A weight hanger is attached to the lower end of the spring. The spring is brought to the elastic mode by loading at the... ഇവന്മാരെന്റെ വണ്ടിക്കിട്ട് പണി വന്നു. ചോദിക്കട്ടെ. ചോദിക്കേ. എന്റെ വണ്ടിയുടെ പ്ലഗ് സ്ഥിരമായിട്ട് അഴിച്ചു മാറ്റുന്ന ആരാന്ന് എനിക്കറിയാം. തെളിവ് സഹിതം എന്റെ കൈ കിട്ടും. അപ്പൊ ഞാൻ പൊക്കിക്കോളാം. കോപ്പ് പിന്നെ പണി കൊടുക്കണം. ടീച്ചർക്ക് ഇന്നും പപ്സ് തന്നെയല്ലേ വേണ്ടത്? മതി. ഓ റോണി സാറിനൊന്നും വേണ്ട. ഒന്ന് പോടൂ. ഓ ശരി കാണാം. അപ്പൊ പറഞ്ഞു. കഴിഞ്ഞ ഇന്റേണൽ എക്സാമിന് തോറ്റവരൊക്കെ ഒന്ന് എഴുന്നേറ്റേ. നാളത്തെ എക്സാമിന് തോക്കുന്നവരെ മോഡൽ എക്സാം എഴുതിപ്പിക്കേണ്ടെന്നാണ് പ്രിൻസിപ്പളുടെ തീരുമാനം. നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കാണ്ട് നാളത്തെ പരീക്ഷ മുടക്കാനുള്ള വല്ല പരിപാടി നോക്കി. എനിക്ക് എന്തായാലും കളി കാണാണ്ടിരിക്കാൻ പറ്റില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം. എടാ ഇതൊക്കെ റോൺ സാർ വെച്ച പണിയാ. പുള്ളിക്കാരന്റെ പ്രാന്തള. അല്ല ഇതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തെങ്കിലും ഐഡിയ ഒപ്പിക്ക്. ഇത് തന്നെയാണ് ഞാനും പറയണത്. മൗനം വിധാന ഭൂഷണാണ് പണ്ടാറിന്റെ. ഓ എന്റെ പൊന്നു കുഞ്ഞാ, നീ ഇങ്ങനെ കടിച്ചപ്പെടുത്ത വാക്കൊന്നും പറയണ്ട. നീ നിന്റേതായിട്ടുള്ള ഐഡിയയില് നിനക്ക് പറ്റും, നിനക്കേ പറ്റൂ. പറ ലക്ഷ്ണു. സോപ്രാനും നോക്കണ്ട, ക്രിക്കറ്റ് കളി കണ്ടോ സംഭവം ഞാൻ സത്യമാണോ? മരപ്പെട്ടി നിന്റെ തന്ത. നീ ആരാടാ? അവന്റെ കുറെ തലതെറിച്ച കൂട്ടുകാര്. മോൻ ടി വി കണ്ടത് മതി, പോയിരുന്ന് പഠിച്ചേ. ചെല്ല്. എന്താ മനുഷ്യ എന്താ? തളർന്നു. ഇന്നലെ ടീച്ചർ ഓൺലൈൻ പറഞ്ഞ ഞാൻ എത്ര നേരം നോക്കി. തിരക്കിലായിരുന്നു. പിന്നെ തിരക്കും. നമ്മുടെ ചാറ്റ് ഹസ്ബൻഡ് അറിയാവുന്നത് പേടിയുണ്ടല്ലേ? പേടിയോ? എനിക്കോ? എനിക്കാരും പേടിയില്ല. പിന്നെ അല്ല സാർ ആരെങ്കിലും പേടിക്കുന്നുണ്ടോ? ആ എന്റെ ഭാര്യ, അവളെ കാണുന്നതിന് പേടിയാ. പിന്നെ ടീച്ചർക്ക് ആരും പേടി. എന്തിനു പേടിക്കണം? എനിക്കിപ്പോ ആകെ പേടിയുള്ളത് തവളേനെയാ. തവളെ? നല്ല ഉപമ. എന്താ ഒരു ബഹളം? വേഗം വന്ന് ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ നോക്ക്. എന്താണ് നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം? ഒന്നുമില്ല. സ്കൂൾ വിട്ട് വന്നപ്പോ തുടങ്ങി ശ്രദ്ധിക്കുന്നതാണ്. എന്തോ കുസൃതി ഒപ്പിച്ചിട്ടുണ്ട്. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? മിണ്ടാപ്പൂച്ചയെ പോലെ. സ്കൂളിൽ പോയി തിരക്കിയാൽ അറിയാം അവന്റെ തനി കോണ. അവൻ എന്തോ കുരുത്തക്കേട് ഒപ്പിക്കാനുള്ള പണിയാണെന്നാ തോന്നുന്നത്. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ മനുഷ്യ? അവിടെ എങ്ങനെ കിടന്ന് ഉറങ്ങാൻ നോക്കാം. നീയാണ് അവനെ വഷളാക്കുന്നത്. എന്നെ അനുഗ്രഹിക്കണം. നീ ഇപ്പൊ മോഷണം തുടങ്ങിയല്ലേ? ഇതൊക്കെ കാണുമ്പോഴാണ് വേദന കൂടുന്നത്. എന്താ ഇത്? നാട്ടുകാർ സമ്മാനം അതോ വീട്ടുകാർ സമ്മാനം? തനിക്കുള്ള ഞാൻ തരാം. ഒന്നുമില്ല, ഞാൻ ഇറങ്ങാനും കേട്ട പിന്നെ പടം വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. നീ കോഞ്ചറിങ് കണ്ട? ഇല്ല. കാണണ്ടേ? ഇംഗ്ലീഷോടെ അടിപൊളി പടം. ഞാനൊന്നും കാണാറില്ല.
പപ്സും പരിപ്പോടും. എന്തുടാ? എടാ സമയത്ത് എടാ ഉച്ചര ഉച്ചരേ എന്ത് ഷോക്കാടാ? എന്തത് ഉച്ചര? ആടാ വേറെ പട്ടി നോക്കടാ. കഴുത്തിലൊരു ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. അല്ലേ എന്ത് പറ്റി പറ്റി എന്ത് പറ്റി കുഞ്ഞാ? പ്ലാൻ എന്താടാ? വറുത്ത തന്ത കാരണം പ്ലാനെല്ലാം പാളിടാ പൊട്ടി പാളിസായി. എന്ത് പറ്റി? പ്ലാൻ പൊളിഞ്ഞാ? എനിക്കറിയായിരുന്നു നിന്നെ കൊണ്ടൊന്നും ഒരു ഗുണം ഉണ്ടാവൂലെന്ന്. അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും കുഞ്ഞും 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 തന്നെ അല്ലേ? അങ്ങനെയല്ല. അയ്യോ എടാ നിനക്ക് ശരിക്കും അതോ ഓറാക്കിങ് ആണോ? അച്ഛനൊന്ന് പേടിപ്പിക്കണം, പറ്റുമെങ്കിൽ പരീക്ഷ ഒന്ന് നോടെ എസ്കേപ്പ് ആണോ? ഒരു അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്. സിനിമ ഒരു കിടിലം പണിയാണ്. എന്താ പ്ലാൻ ആയി പൊളിഞ്ഞില്ലേ? ഇനി പ്ലാൻ ബി. കാര്യം എന്താന്ന് പറ. കാര്യൊന്നും പറയില്ല, കണ്ടാ മതി. പ്ലാൻ എയും ബി ഒക്കെ ക്ലീശ ഉണ്ടാ പറയാണ്ടെങ്കിൽ പറ. പറടാ. എന്തായാലും മെടുക്കനാണ്, എന്റെ കൂടെ ശിഷ്യനാണല്ലോ. ഒറ്റ ചവിട്ട് കിട്ടും ഒരാശ. ഇത് നീ തന്നെ വെച്ചോ. ഉപകാരപ്പെടും. അച്ഛനോട് കൊടുക്കട്ടാ. അച്ഛനോടൊക്കെ കുറച്ച് പൊക്കം വൈകിട്ടാ. അച്ഛനെ ഞാൻ കൊടുക്കും. അപ്പൊ ഇത് വെക്കേണ്ടി വരും, സൂക്ഷിച്ചു വെക്കാം. വരണ്ട് വരണ്ട്. ഇതെല്ലാം നടക്കുന്നു. കൊറേ നേരമായല്ലോ അവർ കാണാനില്ലല്ലോ. നീ ഒന്ന് പോയി നോക്കിയേ അവരോടെ അവരുണ്ട് വരുന്നുണ്ട്. പപ്സ് എടുത്ത് അയാളുണ്ട്. എന്താ കാണിക്കണം? കുറച്ച് കുറച്ചിരിക്കും. ആളെ കൊല്ലല്ലേട്ടാ. കൊളാക്കോ? അറിയാൻ പറല. ഇത് ചായ കാപ്പിയാ? അല്ലടാ ചാപ്പി. ചാപ്പിയാ? നമുക്ക് ഈ ചായയും കാപ്പിയും കൊണ്ടു നടക്കുന്ന ആളല്ല നമുക്ക് വേറെ ലെവലാണ്. മതി മതി, നിന്റെ പീസ് കൂടാനുള്ള പരിപാടിയാണല്ലേ. ഇതൊക്കെ കുട്ടികളുണ്ടോ? ആ അകത്തും പുറത്തൊക്കെ ആയിട്ട് 5-6 ഉണ്ട്. അതിന് മുമ്പ് ഇതൊക്കെ കല്യാണം കഴിച്ചതാണോ? ഫ്രഷാ ആണോ? അല്ലേ എന്തായി? എന്താ പ്ലാൻ ബി പൊട്ടില്ലായിരിക്കുമല്ലോ അല്ലേ? ഇടുക്കട സാധനം ഇതെടാ പ്ലാൻ ബി. പണ്ടം വരെ പുറത്തു ചാടും. പ്ലാൻ ബി പ്ലാൻ ബാലസുത. നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. എല്ലാവരും അവരവർക്ക് അറിയാവുന്ന ഉത്തരം എഴുതിയാൽ മതി. ആരെങ്കിലും കോപ്പി അടിക്കുന്ന ക്ലാസിന്റെ പുറത്തു കൊണ്ടിരും. ഞാനൊന്ന് സ്റ്റാഫ് റൂം പോയിട്ട് വരാം. പിന്നെ ഇവർ രണ്ടുപേർക്ക് ഒരേ കളിയാടാ ആണെന്ന് തോന്നണം. ഒരു കടിക്ക് 2 പക്ഷി.